മനീഷ പഞ്ചകത്തിന്റെ ഒന്നാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ലേ? ആർക്കെങ്കിലും ഈ ശ്ലോകം കണ്ടസ്ഥാണോ? जाग्रत् स्वप्न सुषुप्तिषु स्फुटतरा या संविद्युज्जृम्भते या ब्रह्मादिपिपीलिकान्ततनुषु प्रोदा जगत्साक्षिणी तैवाहं न च दृश्य वस्तुति दृढप्रज्ञापि यस्य अस्ति चेत् चण्डालोऽस्तु सदुतिचोऽस्तु ഗുരുരിത്യേഷാ മനീഷാ മമ. ശ്രദ്ധിച്ചോ? ഇത് മൂന്നാമത്തെ പങ്ക്തി വരുന്നേരം സൈവാഹം ദൃശ്യവസ്തുതി ദൃഢ അവിടം വരെ. പ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ടാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരി അവിടെ വന്ന് നിൽക്കും. തേഷാ മനീഷാ മമ. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സോഫ്റ്റ് കോപ്പി കിട്ടിയില്ലേ? അതുകൊണ്ട് ആ ടെക്സ്റ്റിന്റെ 531 പേജ് എടുത്തേ. 531 പേജിന്റെ 11 പങ്ക്തി കണ്ടോ? അത്ര താവത്ത് ചതുർഷു വേദേഷു യാനി പ്രസിദ്ധാനി പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ ഇത്യേവം രൂപാണി ക്രമേണ യജു സാമ അഥർവണോപനിഷത് ഗതാനി മഹാവാക്യാനി അർത്ഥതോ അനുക്രാമതി. നിങ്ങളുടെ ഈ ആദ്യത്തെ 4 ശ്ലോകങ്ങളിലൂടെ 4 മഹാവാക്യങ്ങളെ നിരൂപണം ചെയ്യുന്നുണ്ട്. 4 മഹാവാക്യങ്ങൾ 4 വേദത്തിൽ നിന്നുള്ളതാണ്. അത്ര ഇവിടെ ഇപ്പോൾ താവത് വാക്യാലങ്കാരം ചതുർഷു വേദേഷു യാനി പ്രസിദ്ധാനി മഹാവാക്യാനി. 4 വേദങ്ങളിലൂടെ 4 വേദങ്ങളിൽ പ്രസിദ്ധമായ എന്ന് പറഞ്ഞാൽ 4 വേദങ്ങളിലും 4 മഹാവാക്യങ്ങളുണ്ട്. ഇപ്രകാരം പ്രസിദ്ധമാണ്. ഏതാണ്? പ്രജ്ഞാനം ബ്രഹ്മ. അതായത് ഋഗ്വേദത്തിൽ നിങ്ങളുടെ ദശ ഉപനിഷത്തില് ഋഗ്വേദത്തിൽ നിന്ന് ഒറ്റ ഉപനിഷത്തേ ഉള്ളൂ, ഐതരേയ ഉപനിഷത്ത്. ഓക്കെ, അപ്പൊ ഐതരേയ ഉപനിഷത്തിൽ വരുന്നതും ഋഗ്വേദത്തിൻ്റെതുമായിരിക്കുന്ന മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. രണ്ടാമത്തത് എന്താണ്? യജുർവേദത്തിൽ വരുന്ന അഹം ബ്രഹ്മാസ്മി. ഇതെവിടെ വരും? ഏത് ഉപനിഷത്തിൽ വരും? ബൃഹദാരണ്യ ഉപനിഷത്തിൽ വരും. ഓക്കെ, അഹം ബ്രഹ്മാസ്മി. തത്വമസി ഇത് സാമവേദത്തിൻ്റെതാണ്, ചാന്തോക്യ ഉപനിഷത്തിൽ വരും. അയമാത്മാ ബ്രഹ്മ ഇത് അഥർവവേദത്തിൻ്റെതാണ്, മാണ്ഡൂക്യ ഉപനിഷത്തിൽ വരും. മറ്റു ഉപനിഷത്തിൽ നിന്ന് മഹാവാക്യമില്ല. ഇങ്ങനെയാണ് ഉപനിഷത്തുകളെങ്കിലും ഇത് 4 വേദത്തിൽ നിന്നാണ് കയറി വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് എന്ത്? പ്രജ്ഞാനം ബ്രഹ്മ. ക്രമേണ മഹാവാക്യാന് അർത്ഥതോ അനുക്രാമതി. പദം നേരിട്ട് വന്നിട്ടില്ലെങ്കിലും ആർത്ഥികമായിട്ട് ഇങ്ങനെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ശ്ലോകം നോക്കിയോ? ജാഗ്രത സ്വപ്ന സുഷുപ്തിഷു യാ സ്ഫുടതര സംവിത്. സംവിത് എന്ന് കണ്ടില്ലേ? സംവിത് എന്താ? പ്രജ്ഞാനം. ഇനി എന്താ വേണ്ടത്? പ്രജ്ഞാനം ബ്രഹ്മ അല്ലേ? ശ്ലോകം എന്തായിരുന്നു? പ്രജ്ഞാനം ബ്രഹ്മ. ഇവിടെ യാ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു. ഇവിടത്തെ ബ്രഹ്മ ആരാ? ഹിരണ്യഗർഭനാണ്. ठीक है, അല്ലാതെ നിത്യശുദ്ധ ബുദ്ധമുക്തനല്ല. ബ്രഹ്മ മുതൽ പിപീലിക. പിപീലിക എന്ന് പറയുന്ന അർത്ഥം ഉറുമ്പ്. ठीक है, അതായത് ഉത്കൃഷ്ടമായിരിക്കുന്ന ജീവനാണ് ബ്രഹ്മ. ബ്രഹ്മ ജീവനാണോ ബ്രഹ്മമാണോ? ജീവനാണ്. 2 ദൃഷ്ടിയുണ്ട് ഇവിടെ. ഒരു ദൃഷ്ടിയിൽ ജീവനാണ്, അതായത് ഇവിടെ ഉള്ള യജമാനൻ അവന്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന ജ്ഞാനോപാസനയുടെ ഫലമായിട്ടാണ് ഹിരണ്യഗർഭനാവുന്നത്. എന്നാൽ സൃഷ്ടിക്രമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സമഷ്ടി ലിംഗശരീരത്തിൽ ആ ഈശ്വരാത്മാവിന്റെ പ്രതിബിംബം നേരിടുമ്പോഴാണ് ഹിരണ്യഗർഭൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഹിരണ്യഗർഭൻ എന്നുള്ളത് ഈശ്വരനിൽ നിന്ന് അഭിന്നമാണ്. ആ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ജീവൻ പോലും ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമാണ്. പറഞ്ഞ സ്ഥിതി എന്താണ്? കേവലം ഏകനായിരിക്കുന്ന ബ്രഹ്മ. അത് ഹിരണ്യഗർഭനാണെങ്കിലും വേണ്ടിയില്ല, ചെറിയ പുൽക്കൊടിയിലാണെങ്കിലും വേണ്ടിയില്ല. ഇവയുടെ എല്ലാം പ്രതിബിംബഭാവങ്ങൾക്ക് കാരണമായിരിക്കുന്ന ബിംബസ്വരൂപത്തിൽ ഏകനായിരിക്കുന്ന ചേതനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഹിരണ്യഗർഭനും പരമാത്മാവാണ്. അതൊരു ദൃഷ്ടി. എന്നിട്ട് എന്താ വേണ്ടത്? യാ സംവിത്, ഏതൊരു പ്രജ്ഞാനമാണോ അതിനെ നിങ്ങൾ ബ്രഹ്മ എന്ന് മനസ്സിലായിക്കോളൂ. കാരണം അടുത്ത സേവാഹം എന്നുമായിട്ട് അന്വയിക്കാൻ പറ്റത്തുള്ളൂ. യാ സംവിത്, യാതൊരു ചൈതന്യമുണ്ടോ അത് ഞാനാകുന്നു. അതേപോലെ നിങ്ങളുടെ ഒന്നാമത്തെ ശ്ലോകത്തില്
പിപീലികാന്ത തനുഷു പ്രോത. ഈ പ്രോത എന്നുള്ള വാക്യത്തിന്റെ അന്വയം 518 പേജില് 23 പങ്ക്തി കണ്ടോ? 2 ടീക്കയുണ്ട്. അതിൽ ആദ്യത്തെ ടീക്കയിൽ നോക്കിയാൽ മതി. യാ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു. യാ സംവിധായിട്ട് എണ്ണീക്ക്, യാതൊരു ചേതനുണ്ടോ സംവിധുണ്ടോ ബ്രഹ്മ മുതൽ പിപീലിക വരെയുള്ള ശരീരങ്ങളിൽ പിന്നെന്താ പറയുന്നത്? പ്രോത. ഇനി മുന്നോട്ടേക്ക് പ്രോത ഓതപ്രോത ഭാവത്തിലിരിക്കുന്നത് എന്ന് വേണേൽ പറയാം. അതായത് സകല ജഡവസ്തുക്കളും ചേതനനിൽ അനുസ്യൂതമാണ്. സകല ചേതനന്മാരും ചേതനനിൽ അനുസ്യൂതമാണ്. അതെങ്ങനെയാണ്? ജഡങ്ങൾ ചേതനനിൽ കൽപ്പിതമായതുകൊണ്ട് ചേതനനാണ് സകല ശരീരങ്ങളിലൂടെയും എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അന്ധകരണങ്ങളിലൂടെ പ്രതിബിംബിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനാൽ ആ ചേതനനായിരിക്കും സകല ജഡങ്ങളിലും അനുസ്യൂതനായിരിക്കുന്നത്. ഇത് അന്ധകരണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നത്. പക്ഷേ കല്ലിലും മണ്ണിലൊന്നും അന്ധകരണമില്ല. എന്നിരുന്നാലും അവിടെയും വ്യാപക ചൈതന്യം സമാനമായിട്ടിരിക്കും. ഇവിടെയാണ് ജീവ ജഡഭേദം വരുന്നത്. എവിടെയാണോ അന്ധകരണം ഇരിക്കുന്നത് അവിടെ ഈ പരമാത്മാവിന്റെ പ്രതിബിംബം നടക്കുന്നത് കൊണ്ട് അവിടെ ജീവാഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് ജീവന്റെ ഉത്പത്തി എന്ന് നമ്മൾ പറയുന്നത്. വാസ്തവത്തിൽ ജീവൻ പരമാത്മാവായതിനാൽ ഒരു ജീവന്റെ ഉത്പത്തി സംഭവിക്കത്തില്ല. പക്ഷെ ഔപാധികമായിരിക്കുന്ന ജീവോത്പത്തി മാനിക്കുന്നുണ്ട്. ഉപാധിയായിരിക്കുന്ന അന്ധകരണത്തിൽ ചേതനന്റെ പ്രതിബിംബം നേരിടുമ്പോൾ അവിടെ ഒരു ജീവഭാവം വന്നു ചേരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ജീവോത്പത്തി എന്ന് മാനിക്കുന്നത്. ഇത് ഉപാധി കൊണ്ട് ജനിക്കുന്നതായതിനാൽ ആ ജീവൻ ഔപാധികമാണ്. ഔപാധികമായിരിക്കുന്ന ഏതൊരു വസ്തുവിന്റെ സ്വരൂപം എന്നുള്ളത് നിരുപാധിക സ്വരൂപനായിരിക്കും. എന്ന് പറഞ്ഞാൽ ഉപാധി കൊണ്ട് വന്നു ചേർന്നിരിക്കുന്ന ജീവൻ എന്നുള്ളത് നിരുപാധികനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം തന്നെയായിരിക്കും. ഈ ഒരു കാര്യം സമർത്ഥിക്കാനാണ് മൊത്തം വേദത്തില് പ്രസംഗം അനുവർത്തിച്ചു പോരുന്നത്. ഇനി നിങ്ങളുടെ ക്രോധ ശബ്ദത്തിന് അർത്ഥം പറയാണ് ആത്മഭാവേന. അതായത് അടുത്ത പങ്ക്തി കണ്ടാൽ മതി. അവഭാസകതയാ. ആദ്യം അവഭാസകത എന്നുള്ള പദം മനസ്സിലാക്കിക്കുക. ഒരു വസ്തുവിനെ അറിയുന്നത് ആരായിരിക്കും? ചേതനായിരിക്കും. കാരണം വസ്തുവിനെ അറിയുക എന്നുള്ളത് വസ്തുവിനെ പ്രകാശിപ്പിക്കുക എന്നാണ് അർത്ഥം. ഒരു ഘടത്തെ അറിയുക എന്നുള്ളത് ജ്ഞാനത്താൽ ആ ഘടം പ്രകാശിപ്പിക്കപ്പെടുന്നു. ജ്ഞാനം ആ ഘടത്തിന്റെ പ്രകാശകനായി മാറിയിരിക്കുന്നു. ഇനി ജടിലമാകുകയാണ്. എപ്രകാരം ഒരു അഗ്നി കാഷ്ഠാദികളെ കിട്ടുമ്പോൾ, അതായത് വിറകാദികളെ കിട്ടുമ്പോൾ ദാഹകനായിരിക്കുന്നുവോ, വിറകില്ലെങ്കിൽ അവൻ കേവലം ദാഹസ്വരൂപനായിരിക്കുന്നു. അല്ലെങ്കിൽ വേറൊരു ദൃഷ്ടാന്തം നോക്കിയാല് സൂര്യൻ പൃഥ്വി പോലുള്ള അന്യവസ്തുക്കളെ കിട്ടുന്നേരം പ്രകാശകനായിട്ടിരിക്കുകയും പൃഥ്വിയാദികളായിരിക്കുന്ന അന്യവസ്തുക്കൾ ഇല്ലെങ്കിൽ പ്രകാശസ്വരൂപനായിട്ടിരിക്കും. പ്രകാശകനാവണം എന്നില്ല, പ്രകാശസ്വരൂപനായിട്ടിരിക്കും. ഇതേപോലെ നിത്യശുദ്ധ പരമാത്മാ വിഷയങ്ങളെ കിട്ടുന്ന സമയത്ത് പ്രമാതാവിന്റെ രൂപത്തിലേക്ക് വരും. ഈ പ്രമാതാവ് തന്നെയാണ് പ്രമേയ ഉത്പാദിപ്പിച്ചും കൊണ്ട് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത്. ഈ പ്രമയുടെ ഉത്പത്തി ഉണ്ടാകുന്ന സമയത്ത് ആ അന്ധക്കരണ അവച്ഛിന്ന ചൈതന്യം ആയിരിക്കുന്ന പ്രമാതാവ്, അന്ധക്കരണ വൃത്തി അവച്ഛിന്ന ചൈതന്യമായിരിക്കുന്ന പ്രമാ, ഘടാദി വിഷയ അവച്ഛിന്നമായിരിക്കുന്ന പ്രമേയം, ഈ 3 സ്ഥലത്തും ചൈതന്യം മാത്രമായിരിക്കും വാസ്തവത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് വിഷയത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് പോലും വിഷയാവച്ഛിന്ന ചൈതന്യമാണ്, വിഷയപ്രകാശം. അത് നടക്കുന്നത് എങ്ങനെയാ? ജ്ഞാനത്താലാണ്. ആ ജ്ഞാനം എന്താ? വൃത്തിയവച്ഛിന്ന ചൈതന്യം. ആരാ അറിയുന്നത്? പ്രമാതാവ്. പ്രമാതാവ് ആരാ? അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം. അപ്പൊ ഒരു അവച്ഛിന്ന ചൈതന്യം എന്ന് പറഞ്ഞാല് അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം ഒരു അവച്ഛിന്ന ചൈതന്യത്തിലൂടെ എന്ന് പറഞ്ഞ വൃത്തിയവച്ഛിന്ന ചൈതന്യത്തിലൂടെ മറ്റൊരു അവച്ഛിന്ന ചൈതന്യത്തെ അറിയുന്നു, വിഷയ അവച്ഛിന്ന ചൈതന്യത്തെ അറിയുന്നു. അപ്പം ചേതനായിരിക്കുന്ന പ്രമാതാവ് ചേതന സ്വരൂപനായിരിക്കുന്ന വൃത്തിയിലൂടെ വിഷയത്തിന്റെ പ്രകാശം നടത്തുമ്പോൾ വിഷയത്തിന്റെ പ്രകാശവും ചേതനന്റെ പ്രകാശമാണ്. വിഷയത്തെ പ്രകാശിപ്പിച്ചവനും ചേതന പ്രകാശമാണ്, വിഷയത്തിന്റെ പ്രകാശവും ചേതന പ്രകാശമാണ്. അപ്പോൾ ചേതനൻ നിന്ന് പ്രകാശിച്ചപ്പോൾ കൂടെ വന്നിട്ട് വിഷയം പ്രകാശിച്ചു എന്നേ അർത്ഥമുള്ളൂ. അപ്പം
വിഷയത്തെ പ്രകാശിപ്പിക്കുന്നതായതിനാല് ആര് ചേതനൻ ജീവൻ അവൻ സ്വരൂപത്തിലെ പ്രകാശ സ്വരൂപനായിരിക്കണം. അത് ഇവിടെയാണ് പറയുന്നത് നീ വാസ്തവത്തിൽ ചേതനനായിരിക്കും. ചേതനോഹം വിഷയം ജാനാമി, വിഷയത്തെ അറിയുന്ന ഞാൻ ചേതന സ്വരൂപനാകുന്നു. ജഡോഹം എന്നല്ല ബോധം, ചേതനോഹം എന്നാ. എന്തുകൊണ്ടാ? ചേതനനെ വിഷയത്തെ പ്രകാശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഞാനാണ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ളതിനാൽ ഞാൻ ചേതനനാണ്. ഇതാണ് ഇവിടെ കാണുന്നത് അവഭാസകതയാ, വിഷയത്തിന്റെ പ്രകാശകനായിക്കൊണ്ട്. അല്ല, ഈ വിഷയത്തിന്റെ പ്രകാശകൻ ആരാ? നീ തന്നെയാണ്. ഇതാണ് മുന്നത്തെ പങ്ക്തി പറയുന്നത് ആത്മഭാവേന. ചേതനൻ അഹം എന്നുള്ള ഭാവത്തിൽ ഇരുന്നു കൊണ്ട് വിഷയത്തെ പ്രകാശിപ്പിക്കുകയാണ്. ഇതാണ് എന്ത് പറഞ്ഞ ഉദ്ദേശിച്ചത്? പ്രോത എന്ന് പറഞ്ഞാൽ സകല ശരീരങ്ങളിലൂടെയും ചേതനൻ അനുസ്യൂതനായിട്ടിരിക്കുന്നു. അവനാണ് വിഷയത്തെ പ്രകാശിപ്പിച്ചും കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനാൽ എന്ത് പറഞ്ഞു? അവഭാസകൻ എന്ന് പറഞ്ഞു. അവഭാസകതയാ യാ സംവിത്ത്, യാതൊരു ചേതനനുണ്ടോ. എന്താർത്ഥം? യോ വിജ്ഞാനൈക രസഹ പരമാത്മ. ചേതന എന്ന് പറഞ്ഞാല് വാസ്തവത്തിൽ ജീവൻ എന്നല്ല അർത്ഥം, വിജ്ഞാനൈക രസ സ്വരൂപനായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ്. അതായത് എപ്രകാരം സൂര്യൻ പ്രകാശ സ്വരൂപനായിട്ടും പ്രകാശകൻ എന്നുള്ള ഭാവത്തിലേക്ക് മാറുന്നത്, ഇതേപോലെ ചേതനൻ വിഷയത്തെ കിട്ടുമ്പോൾ പ്രകാശകൻ എന്നുള്ള സ്വരൂപത്തിലേക്ക് മാറും. വിഷയങ്ങളില്ലെങ്കിൽ അവൻ കേവലം പ്രകാശ സ്വരൂപനായിട്ടിരിക്കും. ആരാണ് പ്രകാശ സ്വരൂപൻ? ചിതേകര സ്വരൂപനായിരിക്കുന്ന ആത്മാവാണ്. ഇവനാണ് പിപീലിക മുതൽ ഹിരണ്യഗർഭൻ വരെയുള്ള ജീവന്മാരുടെ സ്വരൂപനായിരിക്കുന്ന ബിംബസ്വരൂപനായിരിക്കുന്ന ആത്മാ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? പിപീലിക ഉറുമ്പ് മുതൽ ഹിരണ്യഗർഭൻ വരെ ഉള്ള ജീവന്മാര് അത് പ്രതിബിംബ സ്വരൂപങ്ങളാണ്. പ്രതിബിംബങ്ങളുടെ എല്ലാം സ്വരൂപം ബിംബസ്വരൂപമായിരിക്കും. ആയതിനാൽ ഈ പിപീലിക മുതൽ ഹിരണ്യഗർഭൻ വരെയുള്ള അന്ധക്കരണങ്ങളിൽ ബിംബഭാവത്തിലിരിക്കുന്ന യാതൊരു സംവിതുണ്ടോ? അതാരാ? അത് അഹമേവാസ്മി ദൈവാഹം, അവൻ ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കേവലം ഒരു ശരീരത്തിൽ വിഷയപ്രകാശകനായിട്ടിരിക്കുകയല്ല, സകല ശരീരങ്ങളിലും വിഷയപ്രകാശകനായിട്ടിരിക്കുന്നത് ഞാനാകുന്നു. ഇതിനെയാണ് നിങ്ങൾക്ക് ഗീതയിൽ കാണാൻ പറ്റുന്നത് ക്ഷേത്രജ്ഞം ചാപി മാം വിധി സർവക്ഷേത്രഷു ഭാരത. സകല ക്ഷേത്രങ്ങളിലും കൂടിയിരിക്കുന്ന ക്ഷേത്രജ്ഞൻ ഞാൻ. അതായത് ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്രജ്ഞൻ ഞാൻ എന്ന് അഭിമാനിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. അവനോടാണ് പറയുന്നത് നീ ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്രജ്ഞനല്ല, മറിച്ച് സകല ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന ഒറ്റ ക്ഷേത്രജ്ഞനാണ് നീ. ഇത് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട്. മറ്റൊരു ശരീരത്തിൽ നമ്മൾക്ക് അഹംബോധമില്ല, നമ്മുടെ ശരീരത്തിലാണ് നമ്മൾക്ക് അഹംബോധം. ഈ അഹം എന്ന് അഭിമാനിക്കുന്നവനെ അല്ല ഇവിടെ പറയുന്നത്, നിരഭിമാനിയായിരിക്കുന്ന കേവലനായിരിക്കുന്ന ബിംബത്തെയാണ് കാണേണ്ടത്. അപ്പോൾ ഓരോരോ ശരീരത്തിലും വ്യക്തി എന്ത് മനസ്സിലാക്കണം? ഞാൻ ഈ ശരീരത്തിൽ അഹം എന്നുള്ള ഭാവത്തിലിരിക്കുന്നവനല്ല, മറിച്ച് അഹം എന്ന ഭാവമില്ലാതെ ബിംബഭാവത്തിൽ സകല ശരീരങ്ങളിലും കൂടിയിരിക്കുന്ന കേവല ചിതാത്മാവാണ്. ഇത്രയും അർത്ഥം നിങ്ങളുടെ ജഗസാക്ഷിണി എന്നുള്ള സ്ഥലത്തുണ്ട്. അതായത് മനീഷ പഞ്ചകവും അത്രയും സിമ്പിൾ ഗ്രന്ഥമല്ല, പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇത് സ്വതന്ത്ര ഗ്രന്ഥമായതുകൊണ്ട് അങ്ങേർക്ക് അതായത് മന്ത്രത്തെയോ സൂത്രത്തെയോ ആശ്രയിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. സ്വതന്ത്ര ഗ്രന്ഥമായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചേക്കാം. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ, അതായത് ഭാഷ്യകാരന്റെ സ്വതന്ത്ര ഗ്രന്ഥമായതുകൊണ്ട് ഇവിടെയാണ് നിങ്ങൾ കൂടുതൽ പ്രക്രിയാ ഭാഗങ്ങളിൽ കാണാനും പറ്റുക. എങ്ങനെ? ഇതിന്റെ ടീക്കയിൽ നോക്കിയാൽ മതി. ചർച്ചകൾക്കെല്ലാം വഴി കൊടുക്കുന്നുണ്ട്, പ്രാഭാകര സിദ്ധാന്തം എല്ലാം കയറി വരുന്നുണ്ട്. അപ്പൊ നോ ഡൗട്ട് അല്ലേ? അമ്മജി, ഈ പിപീലികാന്തം എന്ന് പറയാൻ കാരണം എന്താ? അതിന്റെ താഴോട്ട് ജീവികളില്ലേ? ജീവികളൊക്കെ ഉണ്ട്. നല്ല നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നവരും ചെറിയ പിപീലിക എടുത്തിട്ട് പറയാണ്. ഇതാണ് ഞാൻ ഇന്നലെ ദൃഷ്ടാന്തം പറഞ്ഞത്. ഭാഷകാരൻ ചില സ്ഥലത്ത് ബ്രഹ്മാദി സ്ഥാവരാന്ത എന്ന് പറയും. അതോ ഗതിഹീസ്, ബ്രഹ്മം മുതൽ സ്ഥാവരം വരെയുള്ള, സ്ഥാവരം പുൽക്കൊടി ചലിക്കാത്ത എന്നർത്ഥം. അപ്പൊ അതുപോലെ പുൽക്കൊടി എന്നുള്ള അർത്ഥത്തിൽ എടുക്കാന്ന് മാത്രം. തൃണം എന്നുള്ള അർത്ഥത്തിലാണ് സ്ഥാവരം. അല്ലെങ്കിൽ സ്ഥാവരം എന്താണ്? ചലിക്കാത്ത മരങ്ങളെ എടുക്കാം. എന്തുകൊണ്ടാ? ഉത്കൃഷ്ട പുണ്യജന്മമായിരിക്കുന്ന ഹിരണ്യഗർഭൻ മുതൽ പാപജന്മമായിരിക്കുന്ന മരങ്ങളുടെയൊക്കെ ജന്മത്തെ എടുത്തിട്ടാണ് കാണിച്ചത്. എല്ലാറ്റിലൂടെയും ഒരു ചേതനനാണ് ഇരിക്കുന്നത്. അതവന്റെ അജ്ഞാനം നിലനിൽക്കുമ്പോൾ പൂർവജന്മ കർമ്മങ്ങളുടെ ഫലം അവൻ ഓരോരോ ശരീരത്തിലും ഭോഗിക്കുകയാണ്. അതായത് താൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഭോഗം നടത്താതെ ആ കർമ്മങ്ങൾ നഷ്ടപ്പെടത്തില്ല. അല്ലെങ്കിൽ ജ്ഞാനോത്പന്നാവണം.
അതായത് 1000 ജന്മം എടുത്താലും ഭോഗം നടത്താതെ കർമ്മം ശമിക്കത്തില്ല എന്നൊരു ശ്ലോകമുണ്ട്. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? അവശ്യമേവ ഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം. അവശ്യമേവ ഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം. ഇതാണ് അവസാന 2 പംക്തി. അതിന്റെ മുന്നേ 2 പംക്തി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് അടുത്ത പ്രസംഗത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. ജഗത് സാക്ഷിണി എന്നൊരു ശബ്ദമുണ്ട് ഇവിടെ. ഇത് സ്ത്രീലിംഗ ശബ്ദമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാക്ഷി എന്നും പറയാം. പുല്ലിംഗത്തിൽ സാക്ഷി എന്നാവും. നപുംസകലിംഗത്തിൽ സാക്ഷി ഹ്രസ്വമായി മാറും. സാക്ഷി, സാക്ഷിണി, സാക്ഷിണി എന്നാവും. അല്ലെങ്കിൽ സാക്ഷി, സാക്ഷിണ്യോ, സാക്ഷിണ്യ എന്ന് പുല്ലിംഗത്തിൽ വരും. ഇത് സ്ത്രീലിംഗ ശബ്ദമാണ്. സാക്ഷിണി, സാക്ഷിണ്യോ, സാക്ഷിണ്യ എന്നായി മാറും. അപ്പോൾ ഏത് രൂപത്തിലെടുക്കാം. അപ്പം ജഗത്തിന്റെ സാക്ഷി അല്ലെ? ആരാണ് ഈ സാക്ഷി? സാക്ഷാത് പശ്യതീതി സാക്ഷി. സാക്ഷാത് എന്നുള്ള അവ്യയമാണ്. അതിൽ നിന്ന് ഇനി പ്രത്യം വിധിക്കുകയാണ്. സാക്ഷാത് ദ്രഷ്ടരി സംജ്ഞായ എന്നൊരു സൂത്രം തന്നെ എടുത്തിന്. ठीक है. സാക്ഷാത് പശ്യതീതി സാക്ഷി എന്നർത്ഥം. നേരിട്ടറിയുന്നവൻ, പ്രമാണ വ്യാപാരമില്ലാതെ തന്നെ വസ്തുക്കളെ അറിയുന്നവൻ. അതായത് ജീവന്റെ വാസ്തവ സ്വരൂപം എന്നുള്ളത് സാക്ഷി സ്വരൂപമാണ്. അവൻ ജാഗ്രതയിലേക്ക് വരുമ്പോൾ മാത്രമാണ് അന്ധക്കരണം ആ അവിദ്യയിൽ നിന്ന് പുറത്തു കടന്നിട്ട് നമ്മൾ ഈ അഭിമാനിക്കുന്ന രീതിയിൽ ഒരു പ്രമാതാവ് സൃഷ്ടിക്കപ്പെടുന്നു. അന്ധക്കരണം ജാഗ്രതയിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആ അന്ധക്കരണത്തിൽ സാക്ഷിയുടെ പ്രതിബിംബം നേരിട്ടും കൊണ്ട് സാക്ഷി പ്രമാതാവിന്റെ രൂപത്തിലിരിക്കുന്നത്. ഈ പ്രമാതാവിന്റെയും പ്രകാശകനായിട്ടാണ് ആരിയിരിക്കുന്നത്? സാക്ഷി ഇരിക്കുന്നത്. സാക്ഷി ശരിക്ക് പ്രമാതാവിനെ പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ ഘടത്തെ പ്രമാതാവ് പ്രകാശിപ്പിക്കുമ്പോൾ ഘടം പ്രകാശിക്കുന്നില്ലേ? ഉണ്ട്. ഘടത്തിന്റെ പ്രകാശം നടക്കുന്ന സമയത്ത് പ്രമാതാവാണ് ഘടത്തെ പ്രകാശിക്കുന്നത്. അപ്പൊ പ്രമാതാവിന്റെ പ്രകാശം അവിടെ ഉണ്ടോ? പ്രമാതാവ് സ്വന്തം നൽകി പ്രകാശിക്കുകയോ? ഇല്ല. പ്രമാതാവിനെയും പ്രകാശിപ്പിച്ചതാണ്. ഘടത്തെയും ആരോ പ്രകാശിപ്പിച്ചതാണ്. ഘടത്തെ പ്രകാശിപ്പിച്ചതാരായിരുന്നു? പ്രമാതാവ്. പ്രമാതാവിനെ പ്രകാശിപ്പിച്ചതാരാ? സാക്ഷി. സാക്ഷി പ്രകാശിപ്പിച്ചതാരാ? ആരുമില്ല. അതെന്തുകൊണ്ടാ? സാക്ഷി സ്വയം പ്രകാശനാണ്. ഇല്ലെങ്കിൽ പിറകോട്ട് പ്രകാശകൻ എന്നും പറഞ്ഞു വന്നാൽ അനവസ്ഥ നേരിടും. ഇത് ഒഴിവാക്കാൻ സാക്ഷിയിൽ എത്തിയിട്ട് നിൽക്കും. എന്നാൽ സാക്ഷി വാസ്തവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതെന്തുകൊണ്ടാ? കേവലനായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായിരിക്കുന്ന പരമാത്മാ സാക്ഷിയല്ല. പിന്നെയോ ആ നിത്യശുദ്ധ ബുദ്ധമുക്ത പരമാത്മാവിനോട് കൂടെ അവിദ്യയും ചേർന്നിരിക്കുമ്പോൾ നമ്മൾ ആ അവിദ്യ ഉപഹിത ചൈതന്യത്തെ സാക്ഷി എന്ന് മാനിക്കും. ഇതൊരു പ്രക്രിയ. രണ്ടാമത്തത് അവിദ്യ വൃത്തിയെ സ്വീകരിച്ചും കൊണ്ട് അവിദ്യ വൃത്തി ഉപഹിതനായിരിക്കുന്ന ചൈതന്യം സാക്ഷി. അല്ലെങ്കിൽ അന്ധക്കരണത്തെ മുൻനിർത്തി അന്ധക്കരണം ഇല്ലെങ്കിൽ പോലും അന്ധക്കരണ ഉപഹിതനായിരിക്കുന്ന ചൈതന്യത്തെ സാക്ഷി എന്ന് പറയാം. ഇങ്ങനെ 3 പ്രക്രിയയുണ്ട്. ഈ സാക്ഷിയാണ് ജീവന്റെ വാസ്തവ സ്വരൂപം, പ്രമാതാവല്ല. കാരണം പ്രമാതാവ് പ്രമയുള്ളപ്പോൾ മാത്രമേ നിൽക്കത്തുള്ളൂ. ആ പ്രമ തന്നെ വൃത്തിയായതിനാൽ വൃത്തി നഷ്ടപ്പെടുമ്പോൾ ആ പ്രമാവിശിഷ്ടമായിരിക്കുന്ന പ്രമാതാവും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രമാതാവിന് ഒരിക്കലും വിഷയത്തെ സ്മരിക്കാൻ പറ്റത്തില്ല. വിഷയത്തിന്റെ സ്മാരകൻ സാക്ഷിയായിരിക്കും. കാരണം ആർക്കാണോ ജ്ഞാനമുള്ളത് അവൻ തന്നെ സ്മരിക്കത്തുള്ളൂ. അങ്ങനെയാണ് പ്രമാതാവിനുള്ള ജ്ഞാനമുള്ളത് അവൻ സ്മരിച്ചാൽ പോരെ? പറ്റത്തില്ല. കാരണം പ്രമാതാവ് നിത്യമായിട്ടിരിക്കുന്നില്ല. നിത്യമായിട്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ മുമ്പ് കണ്ട കേട്ട അറിഞ്ഞ കാര്യങ്ങളെ സ്മരിക്കാൻ പറ്റത്തുള്ളൂ. അത് ആരായിരിക്കും? സാക്ഷിയായിരിക്കും. കാരണം ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ പ്രമാതാവ് നഷ്ടപ്പെട്ടു പോകും. പ്രമാതാവിന്റെ സ്വരൂപമേ തീർന്നു പോകും. അല്ലെങ്കിലും പ്രമാതാവിന്റെ ഭേദം വരുന്നുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് പോലും പ്രമാതാവ് മാറുന്നുണ്ട്. ഓരോരോ പ്രമേയുടെയും കർത്ത ഭിന്ന ഭിന്നമായിരിക്കും. എന്നാലോ ആ പ്രമാതാവിന്റെയും പ്രകാശകനായിരിക്കുന്ന സാക്ഷി എല്ലാ പ്രമകളെയും അറിഞ്ഞുകൊണ്ട് നിത്യനായിട്ടിരിക്കും. ഈ പ്രമാതാവ് സ്വപ്നത്തിൽ ലീനമായി പോകും. കാരണം പ്രമാതാവിന്റെ ഉപാധിയായിരിക്കുന്ന അന്ധക്കരണം സ്വപ്നം പറഞ്ഞിട്ട് സാക്ഷിയിലേക്ക് പോവാം. സ്വപ്നത്തില് വിഷയാകാരത്തിൽ പരിണമിക്കുമ്പോൾ അതിനെ അറിയുന്ന ദ്രഷ്ടാവിന്റെ ആകാരത്തിൽ പിന്നെ അന്ധക്കരണം അവിടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ അന്ധക്കരണം ഉപയോഗിച്ച ചൈതന്യം അവിടെ ദ്രഷ്ടാവിന്റെ ആകാരത്തിൽ വരില്ല. അന്ധക്കരണം വിഷയാകാരത്തിൽ പരിണമിച്ചത് കൊണ്ട് അന്ധക്കരണാവച്ചന്റെ ചൈതന്യം വിഷയാകാരത്തിൽ പരിണമിച്ചത് മനസ്സിലായിരിക്കും.
അതുകൊണ്ട് തന്നെ ആ അന്ധക്കരണം പ്രമാതാവിന്റെ രൂപത്തിൽ നിൽക്കത്തില്ല. പിന്നെ ആരായിരിക്കും? പ്രമാതാവേ ഇരിക്കത്തില്ല. പിന്നെ സുഷുപ്തിയിൽ ആരാ? പ്രമാതാവല്ലേ? അല്ല. സുഷുപ്തിയിൽ പ്രമേയേ ഇല്ല. പിന്നെ ഇവിടുന്ന് പ്രമാതാവ് വരുന്നത് സുഷുപ്തിക്ക്. സ്വപ്നത്തിലോ? സ്വപ്നത്തിലും പ്രമേയില്ല. പിന്നെ സ്വപ്നത്തിൽ കാണുന്നതോ അത് ഭ്രമാത്മക ജ്ഞാനമാണ്. അതുകൊണ്ട് ഭ്രമാത്മകമായിരിക്കുന്ന സ്വപ്നത്തെ പ്രകാശിപ്പിക്കാനും പ്രമാതാവ് ഇരിക്കത്തില്ല. പിന്നെയോ സാക്ഷിയാണ്. ആരാ സാക്ഷി? ഈ അന്ധക്കരണം ഉള്ളത് കൊണ്ട് അന്ധക്കരണ ഉപഹിതൻ എന്ന് പറഞ്ഞോ. പക്ഷെ അന്ധക്കരണം വിഷയാകാരത്തിൽ പരിണമിച്ച സ്ഥിതിക്ക് അവിദ്യ ഉപഹിതൻ എന്ന് പറഞ്ഞു അവിടുത്തെ സാക്ഷി. അവനാണ് ഒറിജിനൽ. അവന് ഒറിജിനൽ അല്ല കേട്ടോ, ഇപ്പൊ നമ്മൾ ഒറിജിനൽ എന്ന് പറയുന്നത് മാത്രം. ഇനി സുഷുപ്തിയിലേക്ക് പോകുന്ന സമയത്ത് എപ്രകാരം സ്വപ്നത്തിൽ ഇന്ദ്രിയങ്ങൾ വിലീനമായോ ഇതേപോലെ സുഷുപ്തിയില് അന്ധക്കരണവും വിലീനമായി പോകും. എങ്ങോട്ട് ലീനമാവും? അവിദ്യയിലേക്ക് ലീനമാവും. അവിദ്യ പിടിയാ സാക്ഷിയുടെ ഉപാധി രൂപമായിട്ടാണ്, ചേതനന്റെ ഉപാധി രൂപമായിട്ടാണ് ഈ അവിദ്യ ഇരിക്കുന്നത്. ഈ അവിദ്യായുക്തനായിരിക്കുന്ന ചേതനാണ് സാക്ഷി. ആ സാക്ഷിയുടെ ഉപാധിയായിരിക്കുന്ന അവിദ്യയിലേക്ക് അന്ധക്കരണം ലീനമായതുകൊണ്ട് പ്രമാതാവ് ഇരിക്കത്തേ ഇല്ല സുഷുപ്തി സ്ഥലത്ത്. സ്വപ്നത്തിലോ അപ്പോഴും ഇരിക്കത്തില്ല. കാരണം വിഷയാകാരത്തിൽ പരിണമിച്ചു പോയത് കൊണ്ട് അവൻ ദ്രഷ്ടാവിന്റെ ആകാരത്തിൽ ഇരിക്കത്തില്ല. ജാഗ്രത കാലത്ത് മാത്രം, അതും പ്രമേയം ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രമാതാവിന്റെ ഉപസ്ഥിതി വരത്തുള്ളൂ. പക്ഷേ ഈ സാക്ഷി ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ സമാനമായിരിക്കും. ഇനി ചില ആചാര്യന്മാരെന്ന് പറയാൻ പറ്റില്ല, ചില സോക്കോൾഡ് ഗുരുക്കന്മാർ പറയും സാക്ഷിഭാവത്തിൽ ഇരിക്കൂ എന്നുള്ളത്. നിങ്ങൾക്ക് സാക്ഷിഭാവത്തിൽ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാണ് ഇരിക്കാൻ പറ്റാത്തത്? ഈ ചോദ്യം മനസ്സിലാക്കാൻ തന്നെ ഭയങ്കര പാടാണ്. സാക്ഷിയെ നല്ല പിടിപാടുണ്ടെങ്കിൽ മാത്രമേ ചോദ്യം പോലും പിടികിട്ടത്തുള്ളൂ ഏതാന്നുള്ളത്. ഇനി ചോദ്യം പോലും പിടികിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സാക്ഷിയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. സാക്ഷി എത്ര ദൂരത്തായിരിക്കും? സാക്ഷി സ്വന്തം സ്വരൂപമാണ്, അതുകൊണ്ട് ഇത്രയും ദൂരത്തിലായി പോയത്. അതായത് നമ്മളോട് പറയാണ്, മക്കളെ സാക്ഷിഭാവത്തിലിരിക്കുക. നിങ്ങളെന്താവും? ഞാനെന്തോ ദിവ്യത്തി, ഈ വസ്തുക്കളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുക, അല്ലേ? ഇത് ശരിക്ക് അന്ധക്കരണം ഇങ്ങനത്തെ ഒരു വൃത്തി ഉണ്ടാക്കുകയാണ്. ഈ വൃത്തിയെ പോലും പ്രകാശിപ്പിച്ചുകൊണ്ടാ സാക്ഷി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചിന്തിച്ചു കഴിഞ്ഞാലും ഈ പ്രമാതാവ് ഉണരുന്ന സമയത്ത് പ്രമാതാവിന്റെ വൃത്തിയാണ് ഞാൻ സാക്ഷിയായിട്ടിരിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ ഈ വൃത്തിയും പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ശരിക്കും സാക്ഷി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് പ്രമാതാവിന് സാക്ഷിഭാഗത്തിരിക്കാൻ പറ്റത്തില്ല. കാരണം സാക്ഷി എപ്പോഴും പ്രമാതാവിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് പിടി കിട്ടിയ എന്താ സാധനം? ഈ സാക്ഷി എന്ന് പറഞ്ഞൊരു ചൈതന്യം ഉണ്ടല്ലോ. ആരാ സാക്ഷി ചൈതന്യം? അവിദ്യാഭൂത ചൈതന്യം. അവൻ അന്ധക്കരണത്തിൽ പ്രതിബിംബിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവൻ ആരായി? പ്രമാതാവായി. അല്ല, അവനല്ലേ സാക്ഷി? അല്ല. അതെന്തുകൊണ്ടാ? സുഷുപ്തി സമയത്ത് അന്ധക്കരണം ഇല്ല, അന്ധക്കരണം ലീനമായി പോകുന്നുണ്ട് അവിദ്യയിൽ. അപ്പൊ അന്ധക്കരണത്തിൽ പ്രതിബിംബിച്ചും കൊണ്ട് ചേതനൻ സാക്ഷിഭാവത്തിൽ ഇരിക്കുന്നു പറയാൻ പറ്റത്തില്ല. സാക്ഷിയായിരിക്കട്ടെ, അന്ധക്കരണം ഇല്ലെങ്കിൽ പോലും സുഷുപ്തി സ്ഥലത്തിരിക്കുന്നു. അതുകൊണ്ട് അന്ധക്കരണ വെച്ച ചൈതന്യമല്ല സാക്ഷി. മനസ്സിലായോ? ഇത് സാക്ഷിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു 5-6 വർഷം അതിനെക്കുറിച്ച് പറഞ്ഞു പോവുകയും കേൾക്കുന്ന ആൾക്കാർ അത്രയും കാലം അതിന്റെ പിറകെ കൂടുകയും ചെയ്തെങ്കിൽ മാത്രമേ സാക്ഷി തെളിയത്തുള്ളൂ. കാരണം ഈ സാക്ഷി സ്വന്തം സ്വരൂപമായി എന്നുള്ളത് കൊണ്ടാണ്. ഈ വിഷയത്തെ നിങ്ങളുടെ ഹയർ ടെക്സ്റ്റിൽ മൊത്തം ചർച്ച ചെയ്യും, സാക്ഷി ആരാണ്. കാരണം സാക്ഷിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കേവല ബ്രഹ്മം. കേവല ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള എല്ലാ ഉദാഹരണ സ്ഥലത്തും സാക്ഷിയായിരിക്കും. നമ്മൾ ഗ്രന്ഥങ്ങളിലൂടെ കാണാൻ പറ്റുന്ന സാക്ഷിയായിരിക്കും. സുഷുപ്തിയിൽ കേവലൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു വരും. സുഷുപ്തിയിൽ കേവലൻ കിട്ടൂലല്ലോ. പിന്നെയോ സാക്ഷിയെ കാണിച്ചിട്ട് കേവലൻ എന്ന് പറയും. അതെന്തുകൊണ്ടാ? സാക്ഷിയുടെ ഉപാധിയായിരിക്കുന്ന അവിദ്യ സാക്ഷിയിൽ കൽപ്പിതമായതിനാൽ, സാക്ഷിയുടെ സ്വരൂപത്തിൽ അവിദ്യ വരുന്നില്ല എന്നുള്ളതിനാൽ, സാക്ഷിയുടെ വിഷയമായതുകൊണ്ട് സാക്ഷിയുടെ വിഷയം സാക്ഷ്യം, സാക്ഷ്യത്തിന്റെ കോടിയിൽ അവിദ്യ കയറിയിരിക്കുന്നതിനാൽ സാക്ഷി കോടി എന്ന സ്വരൂപത്തിലേക്ക് അവിദ്യ വരാത്തത് കൊണ്ട് അവൻ കേവലനാണെന്ന് പറയുന്നത് കൊണ്ട് ഒരു ദോഷമില്ല. ഒരു മഹാൻ നമ്മളെ കോഴിക്കോട് പോയിട്ട് കാല് കഴിപ്പിച്ച് വെള്ളം കുടിപ്പിച്ചില്ലേ? ഏത് മനുഷ്യാവംശ എടുക്കാൻ പോയേ? ശരിക്ക് അതൊക്കെയല്ലേ ചെയ്യേണ്ടതില്ലേ? അല്ലാതെ നിത്യശുദ്ധ ബുദ്ധമുക്തൻ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ പാടുണ്ടോ? അവരുടെ രസമല്ലേ? കാല് കഴിപ്പിക്കുന്നു. അത് കുടിക്കാനായിട്ട് നിന്നെടുത്ത മനുഷ്യന്മാര് അത് മനുഷ്യന്മാരായിരിക്കുമോ? ചെയ്യിപ്പിക്കുന്നവന് ബോധം വേണ്ടേ ഞാനെന്തായി ചെയ്യിപ്പിക്കുന്നത്? പാവങ്ങള് എവിടുന്നൊക്കെയോ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അവരെ എന്ത് പറഞ്ഞ് പിടിച്ചു വലിച്ചെന്ന് അറിയത്തില്ല.
അറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത്, അവരെ വിട്ടേക്ക്. പക്ഷെ ചെയ്യുന്ന നിങ്ങൾക്കെങ്കിലും കുറച്ച് ബോധം വേണ്ടേ? ഇത് ഒരാളുടെ മാത്രമല്ല കേട്ടോ. കഴിഞ്ഞ ഈ 2026 മെയ് ലാസ്റ്റില് കോഴിക്കോട് പല സ്ഥലത്തായിട്ട് എടുത്ത ക്ലാസ് ആണിത്. അതില് പജ്ഞാതാവാണ് ഇജ്ജാതി പരിപാടി വെച്ചത്. നമ്മൾ അങ്ങേരെ പിടിക്കേണ്ടിട്ടല്ല ഇവിടെ പറയുന്നത്. ഇത് എല്ലാ ഗുരുക്കന്മാർക്കും സാമാന്യമായിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾ എന്തിനാണ് കാല് കഴുകി വെള്ളം കുടിപ്പിക്കുന്നത്? കാരണം നിങ്ങളുടെ കാല് പാഞ്ചഭൗതികമല്ലേ. മറ്റുള്ളവന്റെ കാല് കഴിപ്പിച്ച നിങ്ങൾ കുടിക്കൂ ഗുരുക്കന്മാര്? തല തിരിച്ചാലോചിച്ചോളൂ. നിങ്ങൾക്കൊന്നും കൊണ്ട് കുടിക്കാൻ പറ്റത്തില്ല. ഇല്ലല്ല, ഞങ്ങൾ ഉത്കൃഷ്ടന്മാരാണ് ഗുരുക്കന്മാര്. എന്തിന്റെ പേരിലാണ് ഉത്കൃഷ്ടത ഊറ്റം കൊള്ളുന്നത്? അതാണല്ലോ ചണ്ടാലൻ ചോദിക്കുന്നത്. നീ എന്തിന്റെ പേരിലാണ് ഊറ്റം കൊള്ളുന്നത്? പക്ഷെ നിങ്ങൾക്ക് മിക്കവാറും അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം പഠിക്കാൻ സാമർഥ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും കള്ളി കഴിപ്പിച്ച് ഊട്ടിക്കത്തില്ല, കാലൂട്ട് നടത്തത്തില്ല. പഠിക്കാൻ സാമർഥ്യം ഉണ്ടെങ്കിൽ ഒരാളും കാലൂട്ടിന് പോയിട്ട് നിൽക്കത്തുമില്ല. നിങ്ങൾ അടുത്ത ശ്ലോകം വന്നു വയ്ക്കുക. ബ്രഹ്മൈവാഹമിദം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം സർവം ചേതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം ഇത്തം യസ്യ ദൃഢാമതിസ്സു കഥരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സതുദ്വിജോസ്തു ഗുരുരി തേഷാമനീഷാ മമ. ആരും ചൊല്ലിയേ. ബ്രഹ്മൈവാഹമിദം ജഗచ్చ സകലം ചിന്മാത്ര വിസ്താരിതം സർവം ചൈതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ ചിന്മാത്ര വിസ്താരിതം ചിന്മാത്ര വിസ്താരിതം സർവം ചൈതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം ഇത്തം യസ്യ ദൃഢാമതിസ്സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെയും വരത്തുള്ളൂ. അർദ്ധത്തിലെ കോമെങ്കിലും ഇട്ട് വെച്ചുകൂടായിരുന്നു. ചണ്ഡാലോസ്തു സതുദ്വിജോസ്തു ഗുരുരി തേഷാ മനീഷാ മമ. രണ്ടാമത്തെ ശ്ലോകം എങ്ങനെയാണ് വരുന്നത്? അതായത് ഒന്നാം ശ്ലോകത്തിലൂടെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാം ശ്ലോകത്തിലൂടെ എന്താ? അഹം ബ്രഹ്മാസ്മി എന്ന് സിദ്ധിക്കാൻ പോവാണ്. അതിന് മുന്നേ എവിടെ തുടങ്ങണം? ഇതം സകലം ജഗത് ചിന്മാത്ര വിസ്താരിതം. ഒരു സെന്റൻസ് കഴിഞ്ഞു, ഒരു വാക്യം ഇവിടെ തീരുകയാണ്. ഇതം സകലം ജഗത്, ഈ കാണുന്ന സകല ജഗത്തും ചിന്മാത്ര സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ വിസ്താരം സ്വരൂപമാണ്. വിസ്താരിതം ജഗത്ത്, ചിന്മാത്ര വിസ്താരിതം സകലം ഇതം ജഗത്. ചിന്മാത്രം എന്ന് പറയുന്ന അർത്ഥം ചേതന മാത്ര സ്വരൂപം, ചേതന ഏകരസ ജ്ഞാനേകര സ്വരൂപനായിരിക്കുന്ന. ഏകരസം എന്ന് പറയുന്ന അർത്ഥം മറ്റൊരു സ്വരൂപം ഇല്ലെന്നർത്ഥം, ഏകമായിരിക്കുന്ന രസമാണത്. മധുരമേ മധുരം, വേറൊരു രസമില്ലാത്തതുപോലെ ചേതന സ്വരൂപം മാത്രമാണ്. പക്ഷെ ആ ചേതനൻ നോക്കണം, സത്യജ്ഞാനം അനന്തം എന്നാണ്. സത്യം ഏതാണോ, സത്യം എന്ന ഉദ്ദേശം എന്താണ്? അസത്ത് സ്വരൂപമല്ല. പിന്നെ എന്താ പറയുന്നത്? ചിത് സ്വരൂപനാകുന്നു, ജ്ഞാനസ്വരൂപനാകുന്നു. അപ്പോൾ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന അസ്തിത്വമുള്ള വസ്തു എന്നർത്ഥം. എന്ന് പറഞ്ഞാല് ഉള്ളതുമാണ്, അത് ചേതനനുമാണ്. അത്രയും മാത്രമല്ല, അത് ആനന്ദ സ്വരൂപനും കൂടിയാണ്. അതെന്തിനാ? ആനന്ദ സ്വരൂപനല്ല, ആനന്ദ സ്വരൂപനായിട്ടും അവനെ ജ്ഞാനസ്വരൂപനായിട്ട് മാനിക്കേണ്ട ഗതികേട് എന്താ? ലോകത്തിൽ ഒരു സ്ഥലത്തും ജ്ഞാനവും ആനന്ദവും ഒന്നല്ലല്ലോ. അത് ശരിയാ, ലോകത്തിലൊന്നല്ല. പക്ഷെ ലോകത്തിലെ ആനന്ദത്തിന്റെ കാരണവും ജ്ഞാനത്തിന്റെ കാരണവും ഒന്നായതുകൊണ്ട് അവൻ ജ്ഞാനസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്. ഇതെങ്ങനെ സെറ്റാവും? അതായത് അവൻ ആ ആനന്ദം ജ്ഞാനസ്വരൂപമല്ലായിരുന്നുവെങ്കിൽ ആ ആനന്ദത്തെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശകന്റെ ആവശ്യം വന്നേനെ. ഇവിടെ ആനന്ദം ജ്ഞാനസ്വരൂപമായതുകൊണ്ട് ആനന്ദത്തിന്റെ പ്രകാശം എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപ്പൊ പ്രകാശസ്വരൂപനായിരിക്കുന്ന ആനന്ദസ്വരൂപൻ എന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇത് ടീക്കയിലുള്ള ഒരു കാര്യം ഞാൻ എടുത്ത് സംസാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന ചിന്മാത്രമായിരിക്കുന്ന ചേതനനായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ വിസ്താരമാണ് ജഗത്ത്. ഇവിടെ സൃഷ്ടി രണ്ടു വിധത്തിലേ കാണാൻ പറ്റും. സൃഷ്ടിയെ നമുക്ക് കേവല ശുദ്ധബ്രഹ്മത്തിൽ നിന്നുള്ള സൃഷ്ടിയെ പറയാം, അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്നുള്ള സൃഷ്ടിയെ പറയാം. രണ്ട് വിഭാഗമാക്കി വെച്ചത് ഓരോരുത്തരുടെ ബുദ്ധി സാമർഥ്യത്തിനനുസരിച്ച് മനസ്സിലാക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഈശ്വരനിൽ നിന്നുള്ള സൃഷ്ടി ആർക്കും മനസ്സിലാവും. അവിടെ ഈശ്വരൻ എന്നുള്ളതിൽ ഒരു ചേതനാംശമുണ്ട്, ഒരു ജഡാംശമുണ്ട്. മായ എന്നുള്ള ജഡാംശവും പിന്നെ അവിടെ ഇരിക്കുന്ന ചേതനനും, ഒരു ചേതനാംശവും ഒരു ജഡാംശവും മായയും ചേതനും ചേർന്നിരിക്കുമ്പോഴാണല്ലോ ഈശ്വരൻ എന്ന് പറയുന്നത്. ആ മായ എന്നുള്ളത്
ജഡലോകത്തിന്റെ ഉപാദാനവും, അതായത് ജഡമായിരിക്കുന്ന ഈ ജഗത്തുണ്ടല്ലോ, പ്രപഞ്ചം, ഇതിന്റെ പരിണാമി കാരണമായിട്ട് മായയിരിക്കും. പിന്നെയോ ജഗത്തിന്റെ വിവർത്ത കാരണമായിട്ട് ചേതൻ ഇരിക്കും. അവിടെ വിവർത്ത കാരണം എന്ന് ഉദ്ദേശിച്ചത് ജഗത്തിന്റെ പരിണാമി കാരണമായിരിക്കുന്ന മായയുടെ ആശ്രയം ഏതാണോ അതാണ് വിവർത്ത അധിഷ്ഠാനം എന്നർത്ഥം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ചാന്തോക്യത്തിലെ ഏകജ്ഞാനാത് സർവജ്ഞാനം എന്നുള്ളത് എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം ജഗത്തിന്റെ കാരണം ഈശ്വരനായി കഴിഞ്ഞാൽ ഈശ്വരന്റെ സ്വരൂപം കേവല ചൈതന്യമോ കേവല ജഡമോ അല്ല, ജഡയുക്ത ചൈതന്യമാണത്, മായായുക്ത ചൈതന്യമാണ്. ഇങ്ങനെ വന്നാൽ ജഗത്തിന്റെ കാരണം രണ്ടായി മാറും. അപ്പോൾ ഈ രണ്ടിന്റെ അറിവുണ്ടെങ്കിൽ മാത്രമേ ജഗത്തിന്റെ അറിവുണ്ടാകത്തുള്ളൂ. പക്ഷെ ശ്രുതിയിൽ പറഞ്ഞത് ഉദാത്തം അപ്രാച്യ ഏന ജ്ഞാനേന സർവവിധം വിദഗ്ധം ഭവതീതി. നീ ആ ചോദ്യം ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ടോ? ഏതൊരു അധിഷ്ഠാന ബ്രഹ്മത്തിന്റെ ജ്ഞാനത്താൽ സകലവും അറിയപ്പെടുന്നുവോ? അപ്പോൾ ഏത് ഒന്നിന്റെ ജ്ഞാനത്താൽ സകലവും അറിയപ്പെടുന്നുവെങ്കിൽ സകലത്തിന്റെയും കാരണം ഒറ്റൊന്നായിരിക്കണം. ഇവിടെ ഈശ്വരൻ ജഗത്തിന്റെ കാരണം എന്ന് മാനിച്ചാൽ ഈശ്വരന്റെ സ്വരൂപം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചേതനാംശമുണ്ട്, ഒരു ജഡാംശമുണ്ട്, ഒരു മായാംശമുണ്ട്, ഒരു ചേതനാംശമുണ്ട്. അപ്പോൾ ഏകനായിരിക്കുന്ന കാരണത്തിൽ നിന്ന് ജഗത്തുണ്ടായി എന്ന് പറയാൻ പറ്റാതെ പോകും. പക്ഷേ ഈശ്വര കാരണവാദത്തിലും ഇത് അന്വയിക്കാൻ പറ്റും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന മായ എന്നുള്ള കാരണം ആ ചേതനനിൽ അധ്യസ്ഥമായതുകൊണ്ട് മായയ്ക്ക് സ്വന്തം അസ്തിത്വം ഇല്ല എന്നിരിക്കെ ഉള്ള അസ്തിത്വം ചേതനൻ്റെതായതുകൊണ്ട് ചേതനനിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മായയാൽ ഉണ്ടായിരിക്കുന്ന ജഗത്ത് വാസ്തവത്തിൽ മായികമായതിനാൽ വാസ്തവം അവിടെ ബ്രഹ്മം മാത്രമെന്നിരിക്കെ ആ ബ്രഹ്മത്തിന്റെ അറിവോടുകൂടെ പിന്നെ ഒന്നും അറിയാൻ അവശേഷിക്കുന്നില്ല എന്നുള്ളതിനാൽ എല്ലാം അറിയപ്പെട്ടു എന്ന് പറയുന്നു എന്ന് മാത്രം. ഇത് ഒരു രീതി. രണ്ടാമത്തത് നിത്യശുദ്ധ ബുദ്ധിമുക്തനായിരിക്കുന്ന കേവല ചൈതന്യത്തിൽ നിന്ന് സകല ജഗത്ത് ഉത്പന്നമാവും. ഏതുപോലെ പുരുഷനിൽ നിന്ന് നഖലോമാദികളായിരിക്കുന്ന ജഡവസ്തുക്കളും തന്റെ കുഞ്ഞായിരിക്കുന്ന ചേതനനും ഉത്പന്നമാവുന്നത് പോലെ കേവല ബ്രഹ്മത്തിൽ നിന്ന് ജഡചേതന വസ്തുക്കളുടെ ഉത്പത്തി സംഭവിക്കും. അതങ്ങനെ വാസ്തവമായിട്ട് എങ്ങനെ സംഭവിക്കും എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, കൽപ്പിതമായിട്ട് സൃഷ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പകനാര? അവിദ്യ അവിടെ കൽപ്പകനായിട്ട് അവിദ്യ കൽപ്പകനായിട്ട് മാനിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരനല്ലേ? അല്ല, ഈശ്വരനെ മാനിക്കുന്ന സമയത്ത് അവിടെ അവിദ്യ എന്നുള്ള മായ പരിണാമി ഉപാദാന കാരണമായിട്ടിരിക്കും. ടീക്കേ, ഉപാദാന കാരണവും നിമിത്ത കാരണവും ഈശ്വരൻ എന്ന് പറയുമ്പോഴും അവിടെ രണ്ട് ഭേദമുണ്ടല്ലോ. നിത്യശുദ്ധ ബുദ്ധമുക്തനിൽ നിന്ന് സൃഷ്ടി പറയുന്ന സമയത്ത് പരിണാമി കാരണവും ഉപാദാന കാരണവും ഒരേപോലെ ബ്രഹ്മമായി മാറും. അതെങ്ങനെ പരിണാമി കാരണം? എന്നവന് പരിണാമി കാരണം വേണ്ട. പിന്നെ ഉപാദാന കാരണമായി കഴിഞ്ഞാൽ പിന്നെ നിമിത്ത കാരണമോ? നിമിത്തവും അവൻ തന്നെ, ഉപാദാനവും അവൻ തന്നെ. എന്തേ മാറ്റുള്ളൂ? പരിണാമി ഉപാദാനം എന്നുള്ള മായ കിട്ടത്തില്ല, വിവർത്ത ഉപാദാനമായിരിക്കുന്ന ചേതന്യം അവിടെ കിട്ടും. അപ്പൊ ഉപാദാന കാരണം ശരി, പിന്നെ നിമിത്ത കാരണം ആരാ? അവൻ തന്നെ നിമിത്തം. ടീക്കേ, എപ്രകാരം എട്ടുകാലിയിൽ നിന്ന് നൂലുണ്ടാകുന്ന സമയത്ത് ആ നൂലിന്റെ ഉപാദാന കാരണവും നിമിത്ത കാരണവും എട്ടുകാലി തന്നെയായിരിക്കുന്നുവോ, ഇതേപോലെ ജഗത്തിന്റെ നിമിത്ത ഉപാദാനവും കേവല ശുദ്ധബ്രഹ്മം തന്നെയായിരിക്കും. അതെങ്ങനെ? മായ കാരണമായിട്ട്. അപ്പൊ മായന് എന്ത് കാരണമാണ്? മായ സഹകാരി കാരണമായിട്ടിരിക്കും. ഈ ഒരു പ്രസംഗം, രണ്ടാമത് പറഞ്ഞ പ്രസംഗം ഉപനിഷത്തിൽ പോലും എപ്പോഴെങ്കിലൊക്കെ കാണത്തുള്ളൂ, ഐതരേയത്തിൽ കാണും, പിന്നെ ആയർ ടെക്സ്റ്റിലൊക്കെ കാണത്തുള്ളൂ. ഓക്കെ, ഇനി ബ്രഹ്മസൂത്രത്തിൽ നിങ്ങൾക്ക് കാണാതില്ല. അതുകൊണ്ട് പറയാണ് സകലം ജഗത്ത് ചിന്മാത്ര വിസ്താരിതം. മുഖ്യ സിദ്ധാന്തം പറയാണ് ചിത്തിന്റെ ചേതനന്റെ വിസ്താരം എന്ന് ഉദ്ദേശം എന്തായിരിക്കും? വിവർത്തം എന്നർത്ഥം. വിവർത്തവും പരിണാമവും തമ്മിൽ വ്യത്യാസം എന്താണ്? ദദാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയാന്തിത്തേ. ഞാൻ അവർക്ക് ബുദ്ധിയോഗം കൊടുക്കും, ആ ബുദ്ധിയോഗത്താൽ അവരെന്നെ പ്രാപിക്കും. ഇത് ആർക്കായിരിക്കും ബുദ്ധിയോഗം കൊടുക്കുന്നത്? ഈ അമ്പലവാസി പൂജാരിക്കായിരുന്നു ബുദ്ധിയോഗം കൊടുക്കണമെങ്കിൽ ഒരിക്കലും പിന്നെ പൂജ ചെയ്യാൻ ആളെ കിട്ടത്തില്ലായിരുന്നു. ഒന്ന്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? നമുക്കത് തോന്നിച്ചുണ്ട് ഉപാസനയാണ്, ദേവതാ പൂജയാണ് ബ്രഹ്മാകാര വൃത്തിക്ക് കാരണം. അല്ല, ഇത് രണ്ടും ചെയ്യുന്ന ആൾക്കാർക്ക് ആ ജന്മത്തിൽ ഏതായാലും പ്രതീക്ഷിക്കേണ്ട ബ്രഹ്മാകാര വൃത്തി അല്ല. പണ്ട് കൽക്കത്തയിൽ കാളിക്ക് മൂരിത്തല വെട്ടി കൊടുത്ത ആൾക്കാർക്ക് ബോധം ഉണ്ടായിട്ടുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചാൽ മതി. ശരി, ജ്ഞാനോത്പന്നമാവത് പ്രമാണത്തിൽ നിന്നാണ്, ക്രിയയിൽ നിന്നല്ല. ഒരു ക്രിയയിൽ നിന്ന് ജ്ഞാനോത്പന്നമാവത്തില്ല. പ്രമാണം സാധ്യമാണ് ജ്ഞാനം. അത് നിങ്ങൾക്ക് ജ്ഞാനിയായിരിക്കും, നമുക്ക് ജ്ഞാനിയല്ല. കാരണം ശാസ്ത്ര വിരോധമുള്ളത് കൊണ്ട് മാനിക്കാൻ പറ്റത്തില്ല.
അതിൽ നിന്ന് തൃപ്തമായിട്ട് ജ്ഞാനം കൊടുക്കുന്ന ഒരു ദേവത ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരരുത് പ്ലീസ്. അതൊന്നും ശാസ്ത്രസമ്മതമായ കാര്യമേ അല്ല. അതൊക്കെ മീറ്റും മീനും കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദേവതയെ കൂട്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. യസ് താത്വിക അന്യഥാ ഭാവോ പരിണാമ ഉദീരിത അതാത്വിക അന്യഥാ ഭാവോ യസ് വിവർത്ത ഉദീരിത. വിവർത്തം എന്ന് പറഞ്ഞാൽ അതാത്വികമായിരിക്കുന്ന അന്യഥഭാവമാണ്. വാസ്തവത്തിൽ അന്യഥഭാവം വരത്തില്ല. താത്വികമായിട്ട് അന്യഥഭാവം വന്നു കഴിഞ്ഞാൽ അതിനെ പരിണാമം എന്ന് പറയും. ഇതിന് ഉദാഹരണമാണ് പാല് താത്വികമായിട്ട് തൈരായി പോവാണ്. അതിന് പരിണാമി സ്ഥലത്ത് ഉദാഹരണമായിട്ട് എടുക്കും. വിവർത്ത സ്ഥലത്ത് രജുവിലെ സർപ്പം ഉദാഹരണമായിട്ട്. വാസ്തവത്തിൽ വേദാന്തത്തിൽ പരിണാമി ഉദാഹരണം കാണിക്കാനേ പറ്റത്തില്ല. കാരണം എല്ലാം വിവർത്തമാണ്. എല്ലാം വിവർത്തമായ സ്ഥിതിക്ക് പാലിന്റെ വിവർത്തം മാത്രമാണ് തൈര്. പിന്നെ പരിണാമം എന്ന് പറയാൻ കാരണം എന്താ? പരിണാമി കാരണം കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക് പിന്നെ തിരിച്ചു പോകത്തില്ല. വിവർത്തം മാനിച്ചു കഴിഞ്ഞാല് ഇപ്പം മണ്ണ് ഘടരൂപത്തിൽ വന്നിട്ട് തിരിച്ച് മണ്ണ് രൂപത്തിലേക്ക് പോകും, സ്വരൂപത്തിലേക്ക് പോകും. പാലൊരിക്കലും തൈരായി കഴിഞ്ഞാൽ തിരിച്ച് പാൽ രൂപത്തിൽ മാറത്തില്ല എന്ന് പറയുമെങ്കിൽ പോലും പാലും തൈരും വെണ്ണയും എല്ലാം തന്നെ വൃത്തിയാണ് എന്നുള്ളതാണ് സത്യം. വൃത്തിയിൽ നിന്ന് ഉത്തരമായിരിക്കുന്ന വസ്തു എല്ലാം വൃത്തിയായിരിക്കും എന്ന് നൈയായികൻ. വേദാന്തി സംബന്ധിച്ച് ഘൃതം എന്നുള്ളത് അഗ്നിയാണെന്നൊക്കെ പറഞ്ഞു കളയും. അപ്പം ഇവിടെ നോക്കിയോ, സകലം ജഗത്ത് ചിന്മാത്ര വിസ്താരണം. ഈ സകല ജഗത്തും ചേതനന്റെ വിസ്താരം മാത്രമാണ്. അല്ല, അന്നപ്പോൾ വാസ്തവത്തിൽ ചേതനൻ ഈ ജഗതാകാരത്തിൽ ആയോ? ഇല്ല. ഇനി അതാണ് വിശദീകരിക്കുന്നത്. ത്രിഗുണയ അവിദ്യയാ സകലം ജഗത്ത് ചിന്മാത്ര വിസ്താരണം. ത്രിഗുണാത്മകമായിരിക്കുന്ന അവിദ്യയാല് ഈ ജഗത്ത് വിസ്തരിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിദ്യ എന്നുള്ള കാരണം ഇരിക്കുന്നത് കൊണ്ടാണ് അവാസ്തവമായിരിക്കുന്ന ഒരു ജഗത്തിന്റെ സൃഷ്ടി ബ്രഹ്മത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. അന്നപ്പോൾ അടുത്ത ചോദ്യം, അവാസ്തവമാണെങ്കിലും സൃഷ്ടി ഉണ്ടായിട്ടുണ്ടോ? പറയണം അവാസ്തവമാണെങ്കിൽ പിന്നെ എവിടുന്ന സൃഷ്ടി ഉണ്ടാവുക? അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് അവാസ്തവമായിരിക്കുന്ന ജഗത് സൃഷ്ടി എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ അതേ ഒരു ചോദ്യം വരുന്നത്? ഈ ത്രിഗുണാത്മിക എന്നുള്ള അവിദ്യ വാസ്തവ വസ്തു അല്ലേ? ഉദാഹരണത്തിന് സാങ്കേ സിദ്ധാന്തത്തിൽ പ്രകൃതി എന്നുള്ളത് വാസ്തവ വസ്തുവാണ്. മൂലപ്രകൃതി പ്രകൃതി മഹദാദ്യ പ്രകൃതി വികൃത സപ്ത ഷോഡശകസ്തു വികാരോ ന പ്രകൃതി വികൃതി പുരുഷ. സാങ്കേതിക 3. അപ്പൊ അവിടെ 24 സത്യം പറയും. യോഗസൂത്രത്തിലെത്തിയാൽ 25 കാരണം ഈശ്വരനായിരിക്കുന്ന പുരുഷനെ കൂടി മാനിക്കും എക്സ്ട്രാ. അപ്പോൾ അവരുടെ സിദ്ധാന്തത്തിൽ പരിണാമി നിത്യമാണ് പ്രകൃതി, കൂടസ്ഥ നിത്യനാണ് പുരുഷൻ. രണ്ടും നിത്യങ്ങളാണ്. ആയതുകൊണ്ട് ഈ ഉത്പന്നമായിരിക്കുന്ന ജഗത്തിന് വാസ്തവത്തിൽ സ്വരൂപം ഉണ്ടാകുമല്ലോ, അസ്തിത്വം ഉണ്ടാകുമല്ലോ? പറയണ ഇല്ല. അതെന്തുകൊണ്ടാ? ഇതാണ് മുന്നോട്ട് കാണുന്നത്. മയാ കൽപ്പിതം, എന്നാൽ കൽപ്പിക്കപ്പെട്ടതാണിത്. ഏത്? ശേഷം ജഗത് ഈശ്വരൻ സാവർത്തത. ഇത് ശേഷം ജഗത്, ഈശ്വരൻ മുതൽക്കുള്ള ഈ ജഗത്ത്. അപ്പൊ ജഗത്തിന്റെ സ്വരൂപത്തിൽ വെച്ചു കൊടുത്തു ഈശ്വരനെ പോലും. മനസ്സിലായോ? ഈശ്വരനെ പോലും മാറ്റി നിർത്തിയിട്ടില്ല. ഈശ്വരൻ മുതൽ പുൽക്കൊടി വരെയുള്ള ഈ വസ്തുക്കൾ എന്നാൽ കൽപ്പിതമാണ്. അപ്പൊ കൽപ്പകനാരാ? ഞാൻ. അപ്പോൾ ഒന്ന് ഞാനും എന്നാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈശ്വരൻ മുതൽ പുൽക്കൊടി വരെയുള്ള ജഗത്തും. അപ്പം ഈശ്വരൻ മുതൽ പുൽക്കൊടി വരെയുള്ള ജഗത്ത് ഒരു വിഭാഗത്തിലായി. പിന്നെ ആരാ അവശിഷ്ടൻ? കൽപ്പകനായിരിക്കുന്ന ഞാൻ. നീ ആരാടോ? എന്നാലും പറയാണ് ബ്രഹ്മവിവാഹം, ഞാൻ ബ്രഹ്മമാകുന്നു. മയാ കൽപ്പിതം ജഗത്ത് അഹം ച ബ്രഹ്മ. ഇപ്പം പിടി കിട്ടിയോ? എന്നാൽ കൽപ്പിക്കപ്പെട്ടതാണ് ഈ ജഗത്ത്. അതായത് സുഷുപ്തിയില് സ്വപ്ന സ്ഥലത്ത് ഈ കാണുന്ന ജഗത്തുണ്ടല്ലോ, നമ്മൾ സ്വപ്നം കാണാറില്ലേ? ആ സ്വപ്ന ജഗത്തിന് ആരാ സൃഷ്ടിച്ചത്? അത് കാണുന്നവൻ സൃഷ്ടിച്ചതാണ്. കാണുന്നത് ആരാ? തൈജസനായിരിക്കുന്ന ജീവനാണ്, സാക്ഷിയാണ് കാണുന്നത്. അതുകൊണ്ട് ആ ജീവനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജഗത്തിനെ, ഏത് ജഗത്ത്? പ്രാതിഭാസിക ജഗത്തായിരിക്കും സ്വപ്നത്തെ ആ സൃഷ്ടികർത്താവായിരിക്കുന്ന ജീവൻ തന്നെ കാണുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം, ഇന്ന തത്ര രഥാരഥയോഗാഹ പന്ഥാന വിദ്യന്തേ. ആ സുഷുപ്തി സ്ഥലത്ത് മനസ്സിൽ സ്വപ്നം കാണുന്ന, അതായത് ഹൃദയത്തിൽ ഇരുന്നിട്ട് മനസ്സ് വിഷയാകാരത്തിൽ പരിണമിക്കുന്ന സമയത്ത് ആ സ്വപ്നം കാണുന്ന ഇടമായിരിക്കുന്ന ഹൃദയത്തിൽ ഇത്രയും സ്ഥാനമൊന്നും ഇല്ല രഥം ഓടാനൊന്നും. പക്ഷേ സ്ഥാനം ഉണ്ടാക്കും, രഥത്തെ ഉണ്ടാക്കും, രഥയോഗമായിരിക്കുന്ന കുതിരയെ ഉണ്ടാക്കും, പന്ഥ മാർഗത്തെ ഉണ്ടാക്കും. എന്നിട്ട് കണ്ടുകൊണ്ടിരിക്കും. അത് ആരാ കാണുന്നത്? ജീവൻ.
ഇതേപോലെ തന്നെയാണ് ജീവനിൽ നിന്ന് അഭിന്നമായിരിക്കുന്ന പരമാത്മാവ് സ ഐക്ഷത ബഹുസ്യാം പ്രജായ, അവൻ ഇച്ഛിക്കുകയാണ് ഞാൻ പലതാവട്ടെ എന്ന്. എന്നിട്ടോ അവൻ സൃഷ്ടിച്ചു തുടങ്ങും. ठीक है. അഗ്നി തേജോ അസൃജത, ചാന്ദോക്യത്തിൽ പ്രസംഗത്തിനനുസരിച്ച് തേജോ അസൃജത, തേജസ്സിനെ സൃഷ്ടിക്കും. അവിടെ 3 ഭൂതങ്ങളുടെ സൃഷ്ടിയാണ്. ആരാ സൃഷ്ടിച്ചത്? ഞാൻ തന്നെ. ठीक है. അതാണ് മയാ കൽപ്പിതം, എന്നാൽ കൽപ്പിതമായതുകൊണ്ട് ഞാൻ കൽപ്പകൻ മാറി നിൽക്കും. എന്നാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജഗത്ത് എവിടെ മുതൽക്കാ? ഈശ്വരൻ മുതൽ പുൽക്കൊടി വരെയുള്ള മൊത്തം ജഗത്ത്. അപ്പൊ നീ ആരാ? ഞാൻ കൽപ്പകൻ. കൽപ്പകൻ ഇതിന്റെ സ്വരൂപം എന്താ? ബ്രഹ്മേവാഹമസ്മി, ഞാൻ ബ്രഹ്മമാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നാൽ കൽപ്പിക്കപ്പെട്ടതാണ് മൊത്തം ജഗത്ത്. ഇപ്പൊ ഒന്ന് ഉദാഹരണത്തിൽ സ്വപ്നത്തിൽ ജീവൻ കൽപ്പിക്കുകയാണ് ജഗത്തിനെ, പ്രാതിഭാസിക ജഗത്തിനെ. ദാഷ്ടാന്തിക സ്ഥലത്ത് ജീവ അഭിന്നമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ഈ സകല ജഗത്തിനെ കൽപ്പിക്കുന്നത്. സാ ഈക്ഷത എന്നുള്ളത് ജീവ അഭിന്ന ബ്രഹ്മമാണ് ഈ ജഗത്തിനെ കൽപ്പിക്കുന്നത്. അപ്പൊ കൽപ്പകനായിരിക്കുന്ന ഞാൻ പരമാത്മാവും എന്നാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾ എന്നിൽ അധ്യസ്ഥമായതിനാൽ ഈ വസ്തുക്കൾക്ക് ഒരിക്കലും സത്യം ഉണ്ടാകത്തില്ല, ഞാൻ മാത്രമേ ഇരിക്കത്തുള്ളൂ. ഇത്രയും ബുദ്ധി ആർക്കാണുള്ളത്? ഇപ്രകാരം യസ്യ ദൃഢാമതി, ആർക്കാണോ ദൃഢമായിരിക്കുന്ന ബുദ്ധി, എവിടെ? സുഖതരേ നിത്യപരി നിർമ്മലേ, സുഖതരം, അതായത് സുഖസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിൽ. അടുത്ത വിശേഷണം പറയണം, നിത്യം എന്ന് പറഞ്ഞാല് ധ്രുവം, സ്വരൂപത്തിൽ മാറ്റം വരാത്ത സുഖസ്വരൂപനായി, സ്വരൂപത്തിൽ മാറ്റം വരാത്ത സുഖസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മത്തിൽ, പരേ ഉത്കൃഷ്ടമായിരിക്കുന്ന ബ്രഹ്മത്തിൽ, നിർമ്മലേ, മലം, ആദ്യത്തെ മലമാണ് അവിദ്യ, അവിദ്യാരഹിതനായിരിക്കുന്നേ, ഉത്കൃഷ്ടമായിരിക്കുന്നേ നിത്യശുദ്ധ സുഖസ്വരൂപ ബ്രഹ്മത്തിൽ ആർക്കാണോ ഈ ഒരു ദൃഢബുദ്ധി ഉള്ളത് എന്ന് പറയുന്ന അർത്ഥം, ഈ ഒരു ദൃഢബുദ്ധി ഏതിന് വിശദീകരിക്കുന്നേ? ഞാനാണ് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായിരിക്കുന്ന പരമാത്മ എന്നുള്ള ബുദ്ധി ആർക്കാണോ ഉള്ളത്. ഇത്രയാണ് ഇതിന്റെ അർത്ഥം. കാരണം ജഗത്തിനിൽ കൽപ്പിതമാണ്, ഞാനായിരിക്കട്ടെ പരമാത്മാവാണ്. ഇങ്ങനെ ഇരിക്കുന്ന പരമാത്മാവിൽ, ആ പരമാത്മാ വിശേഷണമാണ് നിത്യനിർമ്മല സുഖസ്വരൂപൻ എന്നുള്ളത്. അപ്പൊ നിത്യനിർമ്മല സുഖസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഈ ഒരു ബുദ്ധി ആർക്കാണോ ഉള്ളത്? ഏത് ബുദ്ധി? സകല ജഗത്തും എന്നിൽ കൽപ്പിതമാണ്, എന്നാൽ കൽപ്പിതമാണ്, എന്നിൽ കൽപ്പിതമാണ്, രണ്ടുണ്ട്. എന്നാൽ കൽപ്പിതമായതിനാൽ കൽപ്പിത വസ്തുക്കൾ എന്നിലേ ഇരിക്കത്തുള്ളൂ. കാരണം 2 വിധ വസ്തുക്കളിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജഗത്തും കൽപ്പകനായിരിക്കുന്ന ഞാനും. ഞാൻ ബ്രഹ്മമാണ്, എന്നിൽ കൽപ്പിതമാണ് ജഗത്ത്. അങ്ങനെ ഇരിക്കുന്ന ഞാനായിരിക്കട്ടെ സുഖസ്വരൂപനും പരനും ഉത്കൃഷ്ടനും നിർമ്മലനും ഒരു മലമില്ലാത്തവനും നിത്യനും സ്വരൂപത്തിൽ ച്യുതിയില്ലാത്തവനുമാണ് എന്നുള്ള ബുദ്ധി ആർക്കാണോ ഉള്ളത്, അവൻ ചണ്ടാലോ വസ്തുവാ ദ്വിജോ വസ്തുവാ, ചണ്ടാലനായിരിക്കട്ടെ അവൻ ദ്വിജനായിരിക്കട്ടെ, മനീഷ മമ, എന്റെ അഭിപ്രായം എന്താണ്? ഗുരുരിതി, അവൻ എന്റെ ഗുരു തന്നെയാകുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ആരാണ് സുഖസ്വരൂപ ബ്രഹ്മത്തെ അറിഞ്ഞത് അവൻ ബ്രഹ്മസ്വരൂപാണ്. ഇനി നിങ്ങൾക്ക് ഉപനിഷത്തിൽ കേൾക്കാം, തദ് വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛേ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം സമിത്പാണിഹി. തദ് വിജ്ഞാനാർത്ഥം, തദ് ബ്രഹ്മജ്ഞാനാർത്ഥം, ആ ബ്രഹ്മത്തിന്റെ അറിവിനായിട്ട് സമിത്പാണിഹി, സമിത് എന്ന് പറയുക വിറക് കയ്യോ ഉള്ളവനായിക്കൊണ്ടെന്ന് ഉദ്ദേശിച്ചത് അവിടെ ടീക്കയിൽ പറയും, ടിപ്പണിയിലൂടെയൊക്കെ വിനയാന്വിതനായിക്കൊണ്ട്. കാരണം അവിടെ ഇപ്പോൾ യാഗം നടത്താൻ പോകുന്നില്ലല്ലോ. ജ്ഞാനിയായിരിക്കുന്ന ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നവർ അവിടെ രാവിലെ തന്നെ ഗണപതി ഹോമാനം നടത്തിയിട്ടല്ലല്ലോ ക്ലാസ് തുടങ്ങുക. ശരിക്ക് അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചേക്കരുത്. അതുകൊണ്ടാണ് ടിപ്പണിക്കാരൻ പറയുന്നത്, അത് ടീക്കയിലെത്തുമ്പോൾ ദന്തധാവനാദി എന്ന് പറയും. ടിപ്പണിയിലെത്തുന്ന സമയത്ത് വിനയാന്വിതനായിക്കൊണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ പറയേണ്ട ആള് പറയണം നിർബന്ധമൊന്നുമില്ല. ഗുരുക്കന്മാരുടെയും വ്യവഹാരത്തെ കുറിച്ച് തൈത്തര്യത്തിലെത്തിയാൽ കാണും. ചിലപ്പോൾ അതായത് മര്യാദയ്ക്ക് നിന്നോളണം എന്നുള്ളതിന് ഞങ്ങളും സാമാന്യ വ്യവഹാരം നടത്താറുണ്ട് എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾക്ക് എന്ത് കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ പണിപാടും. അറിവുള്ളവന്റെ അടുത്ത് പോയിട്ട് അറിവ് സമ്പാദിക്കണമെങ്കിൽ അറിവ് ശബ്ദത്തിലൂടെയേ പകരാൻ പറ്റത്തുള്ളൂ എന്നുള്ളതിനാൽ ശബ്ദത്തിലൂടെ കാണിച്ചു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ശബ്ദം മാത്രമേ പ്രമാണമായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ പറയുന്ന ആളുടെ കയ്യിലല്ലേ മൊത്തം ശബ്ദം ഇരിക്കുന്നത്. അദ്ദേഹത്തെ സന്തുഷ്ടനാക്കിക്കൊണ്ട് വേണം കാര്യങ്ങൾ നേടാൻ. അതുകൊണ്ടാണ് വിനയാന്വിതനായിക്കൊണ്ടെന്ന് പറയുന്നത്. അങ്ങനെ വിനയാന്വിതനായിക്കൊണ്ട് ഗുരുവിന്റെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമാണ് എന്ന് പറയാല് ഇവിടെ ഉപദേശം നടത്താനുള്ള അധികാരം ജ്ഞാനിയായിരിക്കുന്ന ഗുരുവിന് മാത്രമാകുന്നു. മുഖ്യമായിട്ട് പ്രശ്നോപനിഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു പദമുണ്ട് ഭാഷ്യത്തില്, സർവജ്ഞ കൽപ്പഹ. അതുകൊണ്ട് തന്നെ സർവജ്ഞൻ ബ്രഹ്മാകാര വൃത്തിയില്ലെങ്കിൽ പോലും ശാസ്ത്രാന്വയം നടത്താൻ പറ്റിയാലും ഗുരു സ്ഥാനത്തിരിക്കും എന്നുള്ളതും കാണാം. പക്ഷെ മുഖ്യ അധികാരി ജ്ഞാനിയാണ്. ജ്ഞാനിയാണ് എന്നുള്ളതിന് മീറ്റർ നിങ്ങൾക്കുണ്ട്. ഇങ്ങേര് ജ്ഞാനിയാണ്, അങ്ങേര് അജ്ഞാനിയാണ്. ഒരു വിദേശി വന്ന് പറയാണ് ഇന്ത്യക്കാരൻ ജ്ഞാനിയാണ്. വിദേശിക്ക് എന്ത് ബോധമാണ് ഇന്ത്യക്കാരന്റെ ജ്ഞാനിയാണെന്ന് കണ്ടെത്താൻ? അല്ലല്ല, അങ്ങേർക്ക് ഇംഗ്ലീഷ് അറിയാം.
ഇപ്പൊ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇന്ത്യയിലെ ജ്ഞാനിയെ കണ്ടെത്താൻ പറ്റുമോ? അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോൾ ബ്രണ്ണൻ പറഞ്ഞിട്ട് ചിലർ ജ്ഞാനിയായി മാറിയത്. ശരിക്കും ആ ജ്ഞാനികൾ എത്രമാത്രം അജ്ഞാനികളായിരുന്നു എന്നുള്ള കാര്യം വേറെ. ആ ജ്ഞാനികളെ തലയിലെടുത്ത് നടന്നിട്ട് സ്വന്തം കാല് കഴിപ്പിക്കുന്ന അജ്ഞാനികൾ അത് വേറെ. ശരിക്കും അജ്ഞാനികളുടെ പരമ്പര ജ്ഞാനികളായിട്ട് അഭിമാനിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ പറയാണ് ഗുരുസ്ഥാനത്തിരിക്കുന്നത് ജ്ഞാനിയാണെന്ന് പറഞ്ഞ ആ വാണിയിൽ നിന്നും അവരുടെ വ്യവഹാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ജ്ഞാനം വ്യക്തിക്ക് ഉണ്ടെന്നുള്ളത്. അല്ലാതെ നമ്മൾക്ക് ഒരു ജ്ഞാനി തിരിച്ചറിയാൻ യാതൊരു വകുപ്പില്ല. ഒരാൾക്ക് ഒരാളെ അജ്ഞാനിയാണെന്ന് പറയാൻ പറ്റില്ല, അജ്ഞാനിയെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യവഹാരം, കാല് കഴിപ്പിക്കുന്ന വ്യവഹാരത്തിലൂടെ മനസ്സിലാക്കാം ഒന്നും കയ്യിലില്ലായിരുന്നു എന്നുള്ളത്. ഈ ഡ്രാമ കളിച്ചില്ലെങ്കിൽ കാര്യം അപകടത്തിലാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഡ്രാമയ്ക്ക് കൂട്ടു നിൽക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതിന്റെ ഇടയിൽ പിന്നെ ജാതിവാദം വരുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഗ്രൂപ്പിനെ ഞങ്ങൾക്ക് തള്ളിക്കൊണ്ടേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ചേട്ടാ പിടി ഒന്നൊന്ന് തള്ളിത്തരൂ, വണ്ടി പോട്ടെ. അതിന്റെ പേരിൽ ഭക്തന്മാർ കൂടെ ഒന്ന് എടുക്കും. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പശ്ചാത്തലം. ഓക്കെ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഗുരു എന്നുള്ളത് ബ്രഹ്മാകാര വൃത്തി ആർക്കാണോ ഉള്ളത് അവനാണ് ഗുരു. മാത്രമല്ല ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഗുരും എന്നാണ് പറയുക. അപ്പോൾ ശ്രോത്രിയം എന്ന് പറഞ്ഞാൽ ചന്തോതീതേ എന്ന് പറഞ്ഞാൽ തന്റെ ഗുരുവിൽ നിന്ന് വേദ അധ്യയനം നടത്തിയ ആളും ജ്ഞാനിയായിരിക്കുന്ന ആളും മാത്രമാണ് ഗുരുസ്ഥാനത്തിരിക്കുന്നുള്ളൂ. അന്നപ്പോൾ വേദം പോയിട്ട് പോലും അറിയാത്ത ആൾക്കാർ ഒരിക്കലും ഗുരുസ്ഥാനത്ത് വരത്തില്ല. കാരണം മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശബ്ദമാണ് പ്രമാണം. ആ ശബ്ദം എന്നുള്ള വൈദിക ശബ്ദമാണ്. അപ്പൊ വൈദിക ശബ്ദം മറ്റൊരാളിൽ നിന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളാതെ ഇത് പറഞ്ഞു കൊടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥിതി പ്രാമാണികമാക്കാനാണ് ഗീതാകാരൻ പോലും ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നത്. ഇല്ലെങ്കിൽ അങ്ങേർക്ക് പറഞ്ഞാൽ പോരെ എനിക്ക് ഗുരുവിന്റെ ആവശ്യമില്ല, ഞാനാണ് ആദ്യത്തെ ഗുരു. മനസ്സിലായോ? അങ്ങനത്തെ ഒരു അഹങ്കാരം അവിടെ കാണത്തില്ല. പരമ്പരയെ മാനിച്ചുകൊണ്ട് നിൽക്കത്തുള്ളൂ. അങ്ങനെ നിങ്ങളുടെ രണ്ടാമത്തെ ശ്ലോകവും തീർന്നു. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോന്ന്? പ്രശ്നം എന്താ പറഞ്ഞാലേ സാക്ഷിയുടെ കഥനം വന്നു കഴിഞ്ഞാൽ ഭയങ്കരം പ്രഹേളിയാണ്. അതിന് നമ്മുടെ ഒന്നൊരു ഒറ്റടി അത് ഞങ്ങളിത് എവിടുന്നാ പറയുന്നത്? ഇതെല്ലാം ഹയർ ടെക്സ്റ്റാണ്. ഹയർ ടെക്സ്റ്റിൽ പഠിക്കുന്ന സമയത്ത് കുറെ വർഷം ഇതിന്റെ പിറകെ കൂടി ഒന്ന് പ്രശ്നം നിങ്ങളാരും കൂടെ ഇല്ലല്ലോ. നിങ്ങളത് വെച്ച് തീരുമ്പോഴേക്ക് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങുകയല്ലേ. ഓക്കെ. ഇത് ഞങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് സ്വാമിയുടെ അടുത്ത് പോയി പലവട്ടം ചോദിച്ച് സ്വാമിക്കും അറിയാം ഇത് പ്രശ്ന ആയതുകൊണ്ട് ഒരിക്കലും നിന്നോട് ഇന്നലെ പറഞ്ഞു തന്നല്ലേ എന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. പിന്നെയും അത് പറഞ്ഞുതരും, പിന്നെയും പറഞ്ഞുതരും. ഇതിന്റെ പിറകെ കൂടി നമ്മൾക്ക് പിന്നെ തോന്നും എടാ ഇത് എത്ര വർഷമായി ഞാൻ ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് പലവട്ടം കയറി ഇറങ്ങുന്നു. ഒരേ ചോദ്യമായിരിക്കും. അതിന്റെ ചോദ്യത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ആ ചോദ്യം നിന്ന് കറങ്ങി എന്നിട്ട് എത്രയോ വർഷം എടുത്തെങ്കിൽ മാത്രമേ സാക്ഷിയുടെ ചെറിയ രൂപം കിട്ടത്തുള്ളൂ. പിന്നെ അത് വൈഡ് റേഞ്ചിൽ മനസ്സിലാവാൻ തുടങ്ങും. ഇതായിരുന്നു സംഭവം എന്നുള്ളത്. ശരി. അതുകൊണ്ട് കുറെ വർഷം എടുത്തിട്ടേ സാക്ഷിയെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് സാക്ഷിയെക്കുറിച്ച് സാക്ഷി ഈ ഭാവത്തിലിരിക്കാൻ അവർ നടക്കുമെന്ന്. അതായിരുന്നു ആദ്യം പൊട്ടിക്കേണ്ടത്. സാക്ഷി ഭാവത്തിൽ ഇരിക്കുക എന്നുള്ളത് പ്രസംഗം തന്നെ പറയാൻ പാടില്ല. ഓക്കെ. സാക്ഷി അത്രയ്ക്കും പ്രശ്നക്കാരനാണ്. സാക്ഷിയെ പിടികിട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് കേവലം പിടികിട്ടും. അതിന്റെ ഉപാധി എടുത്ത് മാറ്റിയാൽ മാത്രം മതി. എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ നിന്ന് പിടികിട്ടും. പിന്നെ നിധിധ്യാസന സ്ഥലമാണ് അവശേഷിക്കുന്നത്. ആ നിധിധ്യാസന സ്ഥലത്ത് എത്തണമെങ്കിൽ തെളിച്ചം വേണ്ടേ വിഷയത്തിന് തെളിച്ചം എവിടെയാ? കേവലല്ലേ. കേവലന്റെ മുന്നത്തെ സ്റ്റെപ്പായിരുന്നു സാക്ഷി. സാക്ഷി പ്രസംഗം ക്ലിയർ ആയിട്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സാക്ഷിയുടെ മുന്നോട്ടേക്കുള്ള കേവല ബ്രഹ്മസ്വരൂപത്തിൽ മനസ്സിരുത്താൻ പറ്റൂല. ഓക്കെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദോ വിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി. നമോ നാരായണ.